സസരേ സാനി സസഗരേ നീ സസരേ സാനി. ആദ്യ പുറത്തുനിന്ന് വന്നപ്പോഴേ നല്ലോണം തെറ്റിയിലേക്ക് ചിരിക്കല്ല വലിയ രസമില്ല. ആരെന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലേ കരയാൻ നിന്നിട്ടുണ്ടെങ്കിലേ പൊന്നോ അതിനെ നേരം കാണുള്ളൂ, വേറെ പിന്നെ ഒന്നിനെ നേരം കാണില്ല. പറയാനുള്ളവർ ഇങ്ങനെ പറഞ്ഞു കാണുന്നു. അത് പോയിട്ട് അങ്ങനൊക്കെ പറഞ്ഞപ്പോഴേ സങ്കടം വന്നിട്ടല്ലേ. മാൾദാത്ത ഇങ്ങളെന്നെ ഒന്ന് ചിന്തിച്ചു നോക്കി. മാൾദാത്താന്റെ ഒക്കെ വേറൊരു പെൺകുട്ടീനെ ഇഷ്ടപ്പെട്ടീന്. അത് മാൾദാത്താനോട് പറയാതെ മാൾദാത്ത വേറെ ആരെങ്കിലും തൊള്ളേന്ന് കേൾക്കാന്നുണ്ടെങ്കിൽ മാൾദാത്താക്ക് സങ്കടം ഉണ്ടാവൂലേ. ഇതുവരെ ആബിക്കെന്നോട് അതിനെ പറ്റി പറഞ്ഞിട്ടില്ല. അപ്പിക്ക് ഒരു സങ്കടം വന്ന് ഒന്ന് പൊന്നോ സങ്കടം. എനിക്കങ്ങനെ സങ്കടം ഒന്നും ഉണ്ടാവില്ല. എന്റെ മാപ്പിളിനെ കുറിച്ചിട്ടേ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിക്കണമെന്നുണ്ടെങ്കിലേ ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ ഞാൻ കരയാനൊന്നും നിൽക്കൂല. ഒരാൾക്ക് എന്നോട് പറയാൻ താല്പര്യം ഉണ്ടാവുമ്പോളേ പറയട്ടെ എന്ന് കരുതി നിൽക്കും ഞാൻ. അല്ലാതെ എന്നോട് പറഞ്ഞില്ല എന്ന് പറഞ്ഞാണ്ടൊന്നും ഞാൻ നിന്ന് കരയൂല. ഓ ഇക്ക് സങ്കടം വന്നാ ഞാൻ കരയും. പിന്നെ ഇന്നലെ ആബിക്കേ എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഒരു സമാധാനമായത്. അതുവരെ എന്നോട് ആബിക്ക് എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. പോയിത്താത്ത അങ്ങോട്ട് നടക്കുമ്പോഴും ഇങ്ങോട്ട് നടക്കുമ്പോഴും എന്നോട് ഈ ഒരു കാര്യത്തിനെ പറ്റിയിട്ട് എന്നെ സംസാരിക്കുള്ളൂ. അപ്പൊ ആർക്കാരും സങ്കടം വരുന്നില്ല. അതേപോലെ എല്ലാം കൂടി കേട്ടപ്പോഴേ ആകെ ഒരു സങ്കടം. അതിന്റെ ഒരു കാര്യം അത് പിന്നെ ഇന്നലെ ഞാൻ അങ്ങനെ കരഞ്ഞത്. നമ്മള് പണിയൊക്കെ കഴിഞ്ഞില്ലേ, ഞാൻ പോയിട്ടേ തിരുമ്പി കുളിക്കട്ടെ. മാളതാത്ത നിങ്ങൾക്ക് തിരുമ്പാണ്ട് അങ്ങോട്ട് എടുക്കി, ഞാൻ തിരുമ്പിക്കോളാം. പാട് പൊന്നോ ഇന്നതേ ഞാൻ തിരുമ്പിക്കോണ്ട്. ഈ ഉമ്മാന്റെ പണി ഉണ്ടാവും അകത്ത്, അത് എടുത്തോ. ഇമ്മ സമ്മതിക്കൊന്നും ഞാൻ തിരുമ്പാരുന്നോ ചോദിച്ചു നോക്കുമ്മാനോട്. ഇവിടെ ഉമ്മാനതേ ഇമ്മന്നെയാണ് തിരുമ്പല്. ഇവിടെ എല്ലാവരും അവരാരുടെ തിരുമ്പല്. അല്ലാതെ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും തിരുമ്പി കൊടുക്കൊന്നുമില്ല. പിന്നെ വെയ്യായികൊക്കെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ അത് തിരുമ്പി കൊടുക്കാന്നല്ലാതെ തിരുമ്പി കൊടുക്കൊന്നുമില്ല. ഇപ്പൊ പൂവിൻ്റെതാണെന്നുണ്ടെങ്കിലും പൂവി തന്നെയാണ് പ്രഗ്നന്റ് ആയാലും തിരുമ്പല. അവൾക്ക് അങ്ങനത്തെ വലിയ സൂപ്പറൊന്നും ഇല്ലല്ലോ, പ്രഗ്നന്റ് അല്ല. അങ്ങനെ ഉമ്മാനോട് ചോദിച്ചു നോക്കട്ടെ, ചോദിച്ചു നോക്കിട്ട് എടുത്താൽ മതി. അല്ലാതെ ഉമ്മാനോട് ചീത്തേക്കും. ഈ കുട്ടി ഇങ്ങനെ ഇവിടെ തൊട്ടപാട് സ്വഭാവം കാട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് പോകാൻ കുറച്ച് പാടാവും. ഹലോ ഇക്ക, പിന്നെ നിങ്ങൾ പുറത്തുനിന്ന് വരാനായ? ഒന്നുമില്ല, നിങ്ങൾ വരുമ്പോഴേ ഒരു കംഫർട്ട് കൊണ്ടുവരോ? തന്നെ ഡ്രസ്സിലാക്കണേ. ആയിക്കോട്ടെ, വേറെ ഒന്നും വേണ്ട. പൊന്ന് തിരുമ്പാൻ പോവുക. ഇന്റെ ഡ്രസ്സും കൂടി ഉണ്ടടി, അതൊന്ന് തിരുമ്പിക്കോ. ഞാൻ ഇപ്പടുത്തിട്ട് വരാം. പോയാ എന്താ എന്റെ കഥ? അല്ല എന്താ ഒരു പുതുമാതിരി പഠിപ്പ്? അല്ല എന്റെ ഡ്രസ്സ് എനക്ക് തിരുമ്പാൻ അറിയില്ലേ? പൊന്നിനോട് തിരുമ്പിക്കാൻ നിക്കണേ? എന്നില്ലാത്തൊരു പുതുമാതിരി പഠിപ്പാണല്ലോ ഇതൊക്കെ. അതുമ്മ പൊന്ന് തിരുമ്പാൻ പോവാണ്. ഇവളാണെന്നുണ്ടെങ്കിലോ മാളതാത്താനോട് ചോദിക്കും കേട്ട് തിരുമ്പി തരണോന്നുള്ളത്. അപ്പൊ പിന്നെ ഇന്റെ ഡ്രസ്സ് തിരുമ്പിക്കൊണ്ട് കരുതി. അങ്ങനെ പിന്നാളുണ്ടല്ലോ, ഓളെ കൊണ്ട് തിരുമ്പിക്കണ്ട. അവരാര് തിരുമ്പിയാൽ മതി. ഇവിടെ ഇത്രയും കാലം അങ്ങനെ തന്നെ ഇനിയില്ലേ, അവരാര് തന്നെയല്ലേ തിരുമ്പിക്കുന്നത്. ഇന്ന് പണ്ടത്തെ ഒരു ഓളെ കൊണ്ട് തിരുമ്പിക്കണ്ട ഒരു ഇത് വന്നിക്കണ എനിക്ക്. ആ പഠിപ്പൊന്നും ഇവിടെ നടക്കൂല. ഞാൻ തിരുമ്പിക്കൊണ്ട് ഇക്കയ്ക്ക് പ്രശ്നമില്ല. ഏതായാലും ഞാൻ തിരുമ്പാൻ പോവന്നല്ലേ. പൊന്നോ ഇവിടെ ഇപ്പൊ പ്രശ്നമുള്ളതും ഇല്ലാത്തതൊന്നല്ല ഇപ്പൊ കാര്യം. എന്റെ 3 ആമക്കളെ പെണ്ണുങ്ങളെ ഞാൻ ഒരേപോലെ കാണുന്നുള്ളൂ. എനിക്ക് 3 മരുമക്കളും ഒരേപോലെയാണ്, മനസ്സിലായില്ലേ? പൂവേ ഇനി ഇതുപോലെ ആവർത്തിക്കാൻ നിൽക്കരുത്. കുറെ ദിവസമായി ഞാൻ കാണലും കേൾക്കലും തുറത്തിട്ട് കുറെ കാര്യങ്ങള് കണ്ടില്ല കേട്ടില്ല വെച്ചിട്ട് നിൽക്കും തോറേ ആരും ഇവിടെ തലേ കയറാൻ നിക്കണ്ട.
എനിക്കിപ്പോ സന്തോഷായില്ല പൊന്ന ഇമ്മാനെ കൊണ്ടേ ഇന്നെ ചീത്തൊളിപ്പിച്ചപ്പോ. ഞാൻ എന്ത് ചീത്തൊളിച്ചിട്ടാ? ഇമ്മത്താനോട് അങ്ങനെ പറഞ്ഞേനെ ഞാൻ എന്ത് ചെയ്യാനാ? കൂടുതൽ അങ്ങോട്ട് നല്ല പിള്ള സമയല്ലേ പൊന്ന. ഇവിടെ വന്നേ മുതൽക്കേ ഇത് ഓരോരുത്തരെ കയ്യിലെടുത്തക്കല്ലേ. ഇത്ത ഞാൻ അങ്ങനെ ആരും കയ്യിലെടുത്തിട്ടില്ല. ഇക്കാണെങ്കിൽ അതിന്റെ ആവശ്യമില്ല. ആഹാ, അപ്പൊ ഈ സംസാരിക്കൂലേ? അല്ല, ഇവിടെ ആവി കെട്ടിക്കൊടുന്നേ മുതൽക്കേ 24 മണിക്കൂറും ആരെന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലേ കള്ളക്കരച്ചിലാണല്ലോ. ഇത് ആദ്യമായിട്ടാണല്ലോ എന്റെ തൊള്ളേന്ന് ഇതൊക്കെ കേൾക്കണത്. അല്ലെങ്കിലും കരച്ചിൽ തന്നെ ഒരു നാടകമാണല്ലോ, ആൾക്കാരെ മയക്കാൻ വേണ്ടിട്ട്. ഇമ്മ ഇത്താൻ എന്തെങ്കിലും പറഞ്ഞേനെ ഞാനല്ല ഉത്തരവാദി. ഇത്താക്ക് എന്തെങ്കിലും പറയാണ്ടിട്ടുണ്ടെങ്കിലേ അത് ഉമ്മാനോട് ചെന്ന് പറഞ്ഞോളെ. നിങ്ങളെ പ്രശ്നം എന്താ? ആബിക്ക് ഞങ്ങൾ കെട്ടിക്കൊടുന്നേ മുതൽക്ക് തുടങ്ങിയതാണല്ലോ ഇന്റെ പിന്നാലെ നടന്നുകാണ്ട് ഇതുപോലെ ഓരോന്ന് പറയല്. ഇത്താൻ പ്രശ്നം എന്താണ്? ഞാൻ ഇത്താൻ എന്തെങ്കിലും കാട്ടിയെന്നോ? ഇന്റെ അറിവിൽ ഞാൻ ഇത്താൻ ഒന്നും കാട്ടിയിട്ടില്ല. പിന്നെ എന്തെത്താണ് പ്രശ്നം? ഞങ്ങളോട് എന്താ ചെയ്തതെന്നൊന്നേ ഇത്തൊക്കെ പറഞ്ഞല്ലോ. ഇക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല ഞങ്ങൾ എന്താ ചെയ്തത് എന്നുള്ളത്. ഈ വീട്ടിലുണ്ടല്ലോ ഇന്നോട് ശത്രുത കാട്ടി നടക്കുന്നതേ നിങ്ങളൊരാള് മാത്രാണ്. ഒന്ന് പറഞ്ഞെടുത്താ ഞാൻ എന്താ നിങ്ങളെ ചെയ്തത് എന്നുള്ളത്. ഇന്നോട് എന്താണ് പ്രശ്നം എന്നുള്ളതേ നിങ്ങൾ ഇന്നോട് തുറന്ന് പറഞ്ഞാലേ എനിക്ക് അറിയുള്ളൂ. ഇതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്നോടൊന്നും പറയൂല്ല. എന്നാലാ നിങ്ങൾക്ക് എന്നെ കാണുമ്പോഴേ ഒരു തരം അലർജിയാണ്. അല്ലാണ് സൈക്കിളിനൊരു പരിധിയുണ്ട്. വെറുതെ അല്ല ഇമ്മേ പെട്ടെന്ന് മരണപ്പെട്ടത്. നാമം അത്രക്കുണ്ടല്ലോ. പൊന്നോ പൊന്നോ, വലിയമാല കുട്ടിയെ ഇങ്ങനെ വേദന സഹിച്ച് നിക്കണ്ട. വലിയ മുരുവ വാർത്ത വള്ളം തരാം. വയസ്സ് 18 ആവാനായി. ഇതുവരെ ആയിട്ടും ഈ വേദനക്ക് ഒരു കുറവും ഇല്ല. നേരാത്ത നേർച്ചയില്ല, ഒന്നുമില്ല. ഈ പൊന്നത് പൊറുക്കെ പോയത് തിരുമാളെടുത്തുകൊണ്ട് വരാന്ന് പറഞ്ഞാണ്ട്. ഈ പെൺകുട്ടി ഇങ്ങനെ ആയി ഞാൻ എന്റെ പെരുമാറെ നോക്കൂ. ഞാൻ ആദ്യമായിട്ട് വന്ന റൂമില് ഉമ്മാക്കാന്നുണ്ടെങ്കിൽ 12 മണി 1 മണിയാകുമ്പോഴത്തേനും കുളിച്ച അകത്ത് കയറണം. ഇല്ലാന്നുണ്ടെങ്കിൽ മാല കൊണ്ട് സംശയം. ആഹാ, ഇവിടെ വന്നിരിക്കാണ് തിരുമ്പാളിൽ എടുക്കട്ടെ എന്ന് അറിഞ്ഞാണ്ട്. ആ, നല്ല ആളാണ്. പണിയൊക്കെ കഴിഞ്ഞതല്ലേ, വന്ന് തിരുമ്പി കുളിക്കാൻ നോക്ക് വേഗം. വരുന്നത്താ. ആ പിന്നെ പൊന്ന നമ്മളമ്മാക്കുണ്ടല്ലോ 12 മണിയുടെ ഉള്ളില് കുളിച്ച അകത്ത് കയറണം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിലേ നമ്മളമ്മാന്റെ ഇപ്പത്തെ സ്വഭാവം ആവൂല ഈ അപ്പ കാണല്. പൊന്നോ പൊന്നോ, എന്റെ കുട്ടിയെ ഞാൻ പറഞ്ഞത് വല്ലതും കേൾക്കുന്നുണ്ട്. ഈ വയസ്സാം കാലത്തെ ഇന്നെ കൊണ്ട് ഇങ്ങനെ തൊള്ളടിപ്പിക്കാൻ നടന്നോ? എന്റെ വല്യമ്മ ഞാൻ കേട്ട്. ഇപ്പൊ കൊഴപ്പൊന്നുമില്ല. വേദനക്ക് മാറിയിരിക്കണക്ക് വേണ്ടപ്പോ നിങ്ങളെ ഒരു വെള്ളം. ഇന്റെ ആൾക്ക് വേദനക്ക് ഒരു കുറവില്ല എന്നുള്ളതേ ഇക്കറിയാം. വേദന എത്ര സഹിച്ചാലും വേണ്ടില്ല, അത് ഉണ്ടാക്കി കുടിക്കരുതിട്ടാ. കയ്പാണ്, അതാണ് ഇതാണ് പറഞ്ഞിട്ട്. പണ്ട് കാലത്തെ
ഞങ്ങൾക്കൊക്കെ ഇതായിരുന്നു മരുന്ന്, ഈ വേദനക്കും വരുത്തിനൊക്കെ. ഇപ്പത്തെ മക്കൾക്ക് അങ്ങനത്തെ ഒരു ചിന്തയില്ല. വേദന സഹിച്ചാലും വേണ്ടില്ല, ആ വക സാധനം തൊള്ളേക്കാണ്ട് വെക്കൂല. ഞാൻ പറഞ്ഞത് കേൾക്കണ്ടേ? ഓ, ഈ ഉമ്മ കൊറേ നേരമായല്ലോ പെണ്ണിനോട് ഇങ്ങനെ പറഞ്ഞു നിക്കാൻ തുടങ്ങിയിട്ട്. അതിനെ തലയിലേറ്റിക്കലിന് ഒരു കുറവുമില്ല. ഈ വേദനയാത്ത അതിനെങ്ങനെ തലയിലേറ്റി വെച്ചിരുന്നില്ലാണ്. ഇമ്മ, നിങ്ങൾ ആരോടാണ് ഈ പറയണത്? ഈ വേദനയാത്ത അവളോടാണ് ഈ ഉലുവ വറുത്ത് വെള്ളം കുടിക്കാൻ പറഞ്ഞത്. അവൾ ഓരോ പണിയെടുക്കാതിരിക്കാൻ വേണ്ടിട്ട് ഓരോ നാടകം കാട്ടി അവിടെ ഇരിക്കല്ലേ. നാടകം കളിക്കാനേ നിങ്ങളെ പേരക്കുട്ടിയെ ഭയങ്കര മിടുക്കത്തിയാണ്. അവളോട് മര്യാദക്ക് വന്നുകൊണ്ട് ഈ പാത്രങ്ങളൊക്കെ മോറാൻ പറയും. ഇല്ലാന്നുണ്ടെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് കിട്ടുന്നത് ഓള് വാങ്ങേണ്ടി വരും. ഓള് മോറിച്ചോള് നബീസാ. അല്ലെങ്കിലോ ഞാൻ കാണാതെ നല്ലോണം എന്റെ കുട്ടീനെ പാത്തും പതുങ്ങി വേദന ആക്കണ്ട് എന്നുള്ളത് എനിക്ക് നല്ലോണം അറിയാം. എന്റെ മകനെ കൊണ്ട് പൊന്നൂന്റെ ഉമ്മ മരിച്ചപ്പോളെ അന്നെ വേറെ കെട്ടിച്ചത് എന്താണെന്നറിയോ? എന്റെ പൊന്നൂന് നോക്കാനോ ഇമ്മാന്റെ സ്നേഹം കിട്ടുന്നു കരുത്തിയിട്ടാണ്. ഇതിപ്പോ അങ്ങനെ ഒന്നുമില്ല. അതിന് കിട്ടണോട് അതിനിട്ട് വേദന ആക്കണ്ട് നല്ലോണം. അതാണെന്നുണ്ടെങ്കിൽ ഒന്നും പറയാതെ കൊണ്ടുങ്ങാണ്ട് നിൽക്കും ചെയ്യും. എന്നെ കൊണ്ട് ഇത്രയൊക്കെ തന്നെ നിങ്ങൾ പേരക്കുടിനെ സ്നേഹിക്കാൻ പറ്റുള്ളൂ. ഇതിൽ കൂടുതലും നിങ്ങൾ പേരക്കുടിനെ സ്നേഹിക്കാനും നോക്കാനും കഴിയൂല. 3 നേരം ഒരു കുറവില്ലാതെ നേരത്തെ നിങ്ങൾക്ക് തിന്നാൻ കിട്ടണില്ലേ? അതന്നെ വലിയ കിട്ടില്ലാന്നാണ് കരുതിക്കോളി. നബീസോ, ഈ ചിന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കാതിരിക്കുക നല്ലത്. മനസ്സിലായി എനിക്ക്? എന്റെ ആള് കാട്ടണത് മൊത്തേ എന്റെ മകനോട് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിലുണ്ടല്ലോ, ഇതൊന്നും അവന് ഈ പെരന്റെ ഉള്ളിൽ നടക്കല്. ചിന്നെക്കൊണ്ട് കൂടുതൽ തൊള്ള തുറപ്പിക്കാതിരിക്കുക നല്ലത്. എന്റെ പൊന്നൂനെ ആലോചിച്ചിട്ടാ ഞാന് പലതും കണ്ടില്ല കേട്ടില്ല വെച്ചിട്ട് നടക്കണത്. പൊന്നു മതി, ഇല്ലാത്ത വയറുവേദന്റെ പേര് മനങ്ങാണ്ടേ കൊറേ നേരം ആ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ പോയിരിക്കണേ. വന്ന് ഈ പാത്രങ്ങളൊക്കെ മോറി വെക്കാൻ നോക്ക്. എന്നിട്ട് വേഗം ആകും പോലെ കടിച്ചോരി തുടക്കാൻ നോക്ക്. ഇല്ലാത്തൊരു വയറുവേദന്റെ പേര് മനങ്ങാണ്ട് സിറ്റ് ഔട്ടിൽ കൊറേ നേരമായോളും ഇങ്ങനെ ചുരുണ്ട് കൂടി ഇരിക്കാൻ തുടത്തിയിട്ട്. വേഗം ആയോ? എളിമ ഇത് വരണേ. പെണ്ണിന്റെ തലവട്ടം കണ്ടപ്പോ തന്നെ പെണ്ണിന്റെ ഉമ്മ അങ്ങോട്ട് പോയി. ഇനിയിപ്പൊ ഞാൻ കൂടുതൽ സ്നേഹിച്ചിട്ട് വേണം ഇക്ക് വല്ലതും സംഭവിക്കാൻ. സ്നേഹിക്കണം പോലും, സ്നേഹിക്കാൻ പറ്റിയൊരു ചരക്കും. ഇനി പൂവും പാലും ഇതൊക്കെ ഇട്ടുകൊണ്ട് ഉളഞ്ഞാൽ സ്നേഹിക്കേണ്ടി വരും. സ്നേഹമാണല്ലോ പോലും. അല്ല ഓളെ നോക്കാനാണല്ലോ എന്നെ ഇങ്ങോട്ട് കെട്ടിക്കൊടു നിൽക്കുന്നത്. അല്ലാതെ ഇക്കിച്ചിട്ടൊരു ഇതൊന്നും ഈ പെരൻ്റെ ഉള്ളിലില്ല. ഓരോരുത്തർ വർത്താനം കേട്ടാ വിചാരിക്കും ഞാൻ അങ്ങോട്ട് വലിഞ്ഞു കയറി വന്നതാണെന്ന്. അമ്മ അതിൽ വർത്താനാണ്. സ്നേഹമാണ് പോലും, സ്നേഹം. 3 നേരം തിന്നാൻ കൊടുക്കണ്ട്. ഇനി എങ്ങനെ ഞാൻ അവളെ സ്നേഹിക്കല്?